തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയക്രമം പുതുക്കി. ഒരാഴ്ച അധിക സമയം അനുവദിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR 81% അപ്ലോഡ് പൂർത്തിയായതായി കമ്മീഷൻ വ്യക്തമാക്കി. നഗരപരിധിയിൽ കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാരെ കണ്ടെത്താൻ സമയം നീട്ടി നൽകിയതുകൊണ്ട് സാധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടി നൽകിയത്. ഒരാഴ്ച സമയം SIR പ്രക്രിയ കൂടുതൽ കുറ്റമറ്റതാക്കാൻ ഉപയോഗിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. കേരളത്തിലെ ബാക്കി എല്ലാ സംസ്ഥാനത്ത് യൂണിയൻ ടെറിട്ടറീസിലെ എനുമറേഷൻ പീരിയഡ് 4 ഡിസംബർ ആയിരുന്നു അവസാനം ഒരു തീയതി എന്ന് നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ റിവൈസ്ഡ് ആയിട്ട് 11 ഡിസംബറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് റോള് നേരത്തെ 9 ഡിസംബറാണ് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടി ഇരുന്നത്. ഇപ്പോൾ അത് 16 തീയതി ഡിസംബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പീരിയഡ് 9 ഡിസംബർ മുതൽ 8 തീയതി ജാനുവരി വരെ ആയിരുന്നു. അതിപ്പോൾ 16 തീയതി ഡിസംബർ മുതൽ 15 തീയതി ജാനുവരി വരെ അത് നീട്ടിയിട്ടുണ്ട്. നോട്ടീസ് പീരിയഡ് പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സമയം 9 ഡിസംബർ മുതൽ 31 തീയതി ജാനുവരി വരെ ആയിരുന്നു. അതിപ്പോൾ 16 തീയതി ഡിസംബർ മുതൽ 7 തീയതി ഡിസംബർ വരെ അത് നീട്ടിയിട്ടുണ്ട്. ഫൈനൽ റോൾ പബ്ലിഷ് ചെയ്യേണ്ട നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമയം അത് 7 ഫെബ്രുവരി ആയിരുന്നു. അതിപ്പോൾ 14 ഫെബ്രുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുതിയ ഉത്തരവ് പ്രകാരം SIR ഫോം വിതരണം ഡിസംബർ 11 വരെയും കരട് പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ 16 നടക്കും. അന്തിമ പട്ടിക ഫെബ്രുവരി 14 പുറത്തിറക്കുക. പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്താൻ പ്രത്യേക യജ്ഞം നടത്തും. ഫോം തിരികെ നൽകാത്തവർ ഉടൻ നൽകണമെന്നും നിർദ്ദേശം നൽകി. തീയതി നീട്ടിയത് കുറ്റമറ്റതായി പ്രക്രിയകൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഗേൽക്കർ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.